ഭാരതസഭ അഭിമാനകരമായൊരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. ഭാരത കത്തോലിക്ക സഭയ്ക്ക് ഒരു കർദിനാളിനെ കൂടി ലഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങൾ, ആ ചടങ്ങുകൾ അല്പം മുമ്പ് എൻ്റെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചടങ്ങുകൾ അവസാനിക്കുകയാണ്. വത്തിക്കാനിൽ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ പ്രാർത്ഥനാഭരിതമാണ് അന്തരീക്ഷം. മാർ ജോർജ് കൂവക്കാടിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. അഭിമാന മുഹൂർത്തത്തിന് സഭാമക്കൾ സാക്ഷ്യം വഹിച്ച നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഇന്ത്യൻ സമയം 8:30 അടുപ്പിച്ചു തുടങ്ങിയ ചടങ്ങുകൾ ഇപ്പോൾ 1 മണിക്കൂർ പിന്നിടുകയാണ്. മാർ ജോർജ് കൂവക്കാടക്കം 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ എല്ലാ കർദിനാൾമാരുടെയും സാന്നിധ്യത്തിൽ തിരുക്കർമ്മങ്ങൾ പൂർത്തീകരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. സിറോ മലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, മാർ തോമസ് പാടിയത്ത്, മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള സഭാപിതാക്കന്മാരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. വത്തിക്കാനുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ പ്രതികരിച്ച സ്ഥാനാപന ചടങ്ങിൽ മലയാളിയുടെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ നേതൃത്വത്തിലുള്ള സംഘവും വത്തിക്കാനിലെ ചടങ്ങുകൾക്ക് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ സെയിന്റ് പീറ്റേഴ്സ് ബസലിക്ക ചത്തുരത്തിലേക്ക് എത്തുന്നത് നമ്മൾ നേരത്തെ മാതൃഭൂമി ന്യൂസിലൂടെ കണ്ടതാണ്. അതിന് പിന്നാലെ ആ ചടങ്ങുകൾ ഇപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു. പ്രാർത്ഥനാ നിർഭരമാണ് ചടങ്ങുകൾ. ഭാരതീയ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും കൂവക്കാട്ടിൽ പിതാവിന്റെ സ്ഥാനാരോഹണം, ആ തിരുകർമ്മത്തിന് സാക്ഷ്യം വഹിക്കാനായ ജീവിത സാഹചര്യം, അതൊക്കെ വളരെ അഭിമാനപൂർവ്വം വിശ്വാസപൂർവ്വമാണ് പ്രാർത്ഥനാഭരിതമായി ഉൾക്കൊള്ളുന്നത് വിശ്വാസി സമൂഹമാകെ. അദ്ദേഹത്തിന്റെ ജന്മദേശമായ കോട്ടയം, ചങ്ങനാശ്ശേരി, അവിടെ കുടുംബാംഗങ്ങളും അവിടുത്തെ പ്രദേശവാസികളും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തിരുകർമ്മങ്ങൾ, അത് വത്തിക്കാനുള്ള തിരുകർമ്മങ്ങൾ ദേവാലയത്തിൽ നേരിൽ കാണുകയാണ്. പ്രാർത്ഥനാഭരിതമാണെങ്കിലും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് ഈ ദിവസം, ഈ മണിക്കൂർ കടന്നു പോകുന്നത്. ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഫാദർ ഡോക്ടർ ജോസഫ് പാറയ്ക്കൽ, അങ്ങ് അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളെയും കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ഈ സഭയിലെ രാജകുമാരന്മാർ എന്നീ കർദിനാൾമാരെ വിളിക്കുന്നത്? ഈ കർദിനാൾ എന്ന വിശേഷണത്തിൻ്റെ പദവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ എങ്ങനെയൊക്കെയാണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എത്രത്തോളം പ്രധാനപ്പെട്ടൊരു പൗരോഹിത്യ ശ്രേണിയിലെ ഇടമാണത്? അതെ, തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ് അവര്. മാർപ്പാപ്പയുടെ പ്രതിനിധികളാണ്, റീജന്റ്മാരാണ് അവർ. അതുകൊണ്ടാണ് രാജകുമാരന്മാര്. നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ ചക്രവർത്തിമാരുടെ റീജന്റുമാരായിട്ട് വിടുവായിരുന്നല്ലോ മറ്റു സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ സാർവത്രികം ലോകം മുഴുവൻ, അതായത് 150 കോടി വരുന്ന വിശ്വാസികളുടെ ആധ്യാത്മിക പിതാവാണ് പോപ്പ്. അപ്പോൾ ലോകം മുഴുവൻ 90 രാജ്യങ്ങളിൽ നിന്നാണ് ഈ കർദിനാൾമാർ വന്നിരിക്കുന്നത്. 90 രാജ്യങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മാർപ്പാപ്പയെ, പോപ്പിനെ, തലവനെ റെപ്രസെന്റ് ചെയ്യുക. ആ അർത്ഥത്തിൽ അവര് റീജന്റുമാരാണ്, രാജകുമാരന്മാരാണ് നമുക്ക് പറയുവാൻ സാധിക്കും. തീർച്ചയായിട്ടും മാർപ്പാപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കൗൺസിലുകൾ, അതായത് ഉപദേശങ്ങൾ കൊടുക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ മാർപ്പാപ്പയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുക, മാർപ്പാപ്പ ഇടപെടേണ്ട കാര്യങ്ങൾ മാർപ്പാപ്പയെ ഓർമ്മപ്പെടുത്തുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കടമ, പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന ഇവരാണ്. കോളേജ് ഓഫ് കാർഡിനൽസ് എന്ന് പറയും, അവരാണ് തിരഞ്ഞെടുക്കുന്നത്. മറ്റൊന്ന്, വത്തിക്കാന് ചുറ്റുമുള്ള നിരവധി ഓഫീസുകളുണ്ട്, ഡെക്കാസ്ട്രികളും നമ്മൾ പറയും, നയതന്ത്ര കാര്യാലയമുണ്ട്. അതിൻ്റെയൊക്കെ തലവന്മാരായിട്ട് നിന്ന് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക എന്ന കടമയും അവർക്കുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ ധർമ്മങ്ങളാണ് ഈ കർദിനാൾമാർ മാർപ്പാപ്പയോട് ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കൂവക്കാട്ട് പിതാവ് വത്തിക്കാനിൽ തന്നെ ആയിരിക്കും. അദ്ദേഹം പഴയതുപോലെ തന്നെ മാർപ്പാപ്പയുടെ തുടർന്നുള്ള വിദേശ യാത്രകൾ ക്രമപ്പെടുത്തുന്ന ജോലിയിൽ തന്നെ തുടരുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്.